അപ്പോൾ എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഞാൻ എന്താണോ സ്വപ്നം കണ്ടത് ഇതിലേറെ മുകളിലാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഞാൻ 73 മണിക്കൂറാണ് എഴുതി വെച്ചിട്ടുണ്ടായത്. പക്ഷേ 73:15 ചെയ്യാൻ പറ്റി. ഒരു റെക്കോർഡിന് പകരം പല റെക്കോർഡ്സുകളും, ഒരു പുസ്തകം എഴുതാൻ വിചാരിച്ചു 3 പുസ്തകങ്ങൾ എഴുതാൻ പറ്റി. അപ്പോൾ എല്ലാം ആക്ഷൻസും കൂടുതൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തും എൻ്റെ മിഷനെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുതിയ മിഷൻസ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1 മില്യൺ പീപ്പിൾ എന്ന് പറയുന്നത്, അതായത് 1 മില്യൺ ആൾക്കാർ മലയാളികളായിട്ടുള്ള 1 മില്യൺ, അത് വിദേശത്തും നാട്ടിലുമായിട്ടുള്ള പ്രവാസികളുമായിട്ടുള്ള എല്ലാ ടോട്ടലി ഉള്ള 1 മില്യൺ ആൾക്കാരെ അവരുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി, ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കുക. അതായത് നമുക്ക് 2 തരം ലൈഫുണ്ട്. ഒന്ന് ഓർഡിനറി ലൈഫുണ്ട്. ഓർഡിനറി ലൈഫിൽ നമുക്ക് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഒരു ജോലി കിട്ടി സ്ട്രഗിൾ ചെയ്ത് നമ്മളൊരു വീട് വെച്ച് ഒരു വാഹനമൊക്കെ മേടിച്ച് കല്യാണം കഴിച്ച് മക്കളൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു ഓർഡിനറി ലൈഫാണ്. നമുക്ക് നമ്മുടെ ഫാമിലിക്ക് മാത്രമേ കാര്യമായിട്ട് ഉപകാരം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ലൈഫ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി ലൈഫാണ്. നമുക്കൊരു പാസീവ് ഇൻകം ഉണ്ടാകുന്നു, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നു, അതോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ ലീഡറായിട്ട് മാറുന്നു, ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ നന്മമരമായി മാറുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ മരിച്ചു പോയാലും ഇവിടെ അടയാളപ്പെടുത്തുന്ന ഒരു സിഗ്നേച്ചർ ഇടുന്ന ഒരു ലൈഫാണ്. ഇതിൽ 2 ലൈഫാണ്. അപ്പോൾ ഈ ഓർഡിനറി ലൈഫ് അനുഭവിക്കുന്ന ആൾക്കാരാണ് മലയാളി കമ്മ്യൂണിറ്റിയിലെ കൂടുതൽ ആൾക്കാർ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നല്ലൊരു ബ്രാൻഡ് ഇല്ല വേൾഡിൽ. ഇപ്പോൾ പിന്നെ നമ്മൾ ചൈനയിൽ പോയി കഴിഞ്ഞാൽ ലോകത്തിലെ 68% പ്രൊഡക്റ്റും കൊടുക്കുന്ന ചൈനക്കാരാണ്. ലോകത്തിൽ ഒരുപാട് കണ്ടെത്തലുകൾ പല രാജ്യങ്ങളും കൊടുക്കുമ്പോൾ നമ്മളവിടുന്ന് എന്ത് കണ്ടെത്തലാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? ബിക്കോസ് നമ്മൾ ഓർഡിനറി ആൾക്കാരായിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്കും എക്സ്ട്രാ ഓർഡിനറി ആവാൻ പറ്റും. ആ എക്സ്ട്രാ ഓർഡിനറി ആകുന്ന ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് 1 മില്യൺ ആൾക്കാരെ, ഇതാണ് പുതിയ മിഷൻ നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം 1 മില്യൺ ആൾക്കാരെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മില്യൺ ആൾക്കാരെ ഞാൻ മീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് margcommunity.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ ആളുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ബുധനാഴ്ചയും ഡിജിറ്റലി ലോകത്തിൻ്റെ എവിടെയുള്ള ആളുകൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഡിജിറ്റൽ ക്ലാസ് ഉണ്ട്. 6 o'clock ഷാർപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ആഴ്ചയും ക്ലാസ് 6 to 8 o'clock മോർണിംഗിലാണ് ക്ലാസ് വരുന്നത്. അതിൽ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഫ്രീ ആയിട്ട് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബിസിനസ് ട്രെയിനിങ് കാര്യങ്ങൾ കിട്ടും. പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സപ്പോർട്ടോ കോച്ചിങ്ങോ ആവശ്യമുണ്ട് അവർക്ക്, അതും ലഭിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ margcommunity.com രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഓരോ ആളുകൾക്കും നല്ല കപ്പാസിറ്റി ഉണ്ട്, നല്ല രീതിയിലുള്ള ക്യാഷ് ഫ്ലോ ഉള്ള നാടാണ് കേരളം അടക്കമുള്ള നമ്മുടെ നാട്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ബെസ്റ്റാണ്. ആ ഒരു ജനസംഖ്യ തന്നെയാണ് ചൈനക്കൊക്കെ ഉള്ളത്. റിസോഴ്സുകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ആളുകൾക്ക് നല്ല റിസ്ക് എടുക്കാനുള്ള മൈൻഡ് സെറ്റും ഉണ്ട്. പക്ഷെ ഡയറക്ഷൻ, അതായത് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ കിട്ടാത്തതിന്റെ പേരിൽ മാത്രമാണ് ബാക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ആളുകൾക്ക് ആ കൃത്യമായ ഡയറക്ഷൻ കൊടുത്ത് 1 മില്യൺ ആൾക്കാരെ മാറ്റുമ്പോഴേക്ക് രാജ്യത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെയൊക്കെ പിക്ചർ മാറും എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് അതിലൂടെ വലിയൊരു സിഗ്നേച്ചർ ഇടുക. കാരണം ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാലും ഹൂ ക്രൈ വെൻ യു ഡൈ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. നിങ്ങൾ മരിക്കും എത്ര പേര് കരയും എന്നുള്ളത്. എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്, എൻ്റെ ഒരു ഡ്രീം, നേരത്തെ ചോദിച്ച പോലെ മിഷനിലേക്ക് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഹൂ ക്രൈ വെൻ യു ഡൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മില്യൺ ആൾക്കാരെ കരയിപ്പിക്കുമെന്നുള്ളതാണ്. കാരണം നമ്മൾ അത്രയും ആൾക്കാരുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുവാനുള്ള വലിയ മിഷനുമായിട്ട് എൻഡ് ഓഫ് മൈ ഡേ ദ ലാസ്റ്റ് ബ്രീത്തിങ് അതിന് വേണ്ടിയിട്ട് ഞാൻ വർക്ക് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ഫൈനൽ മിഷൻ എന്ന് പറയുന്നത്. സോ അതിൽ ഞാൻ വളരെ പാഷനേറ്റഡ് ആണ്, എക്സൈറ്റഡ് ആണ്, അതോടൊപ്പം തന്നെ കമ്മിറ്റഡ് ആണ്. പിന്നെ ഇതിൽ നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, അപ്പം തീർച്ചയായിട്ടും ആളുകൾക്ക് സാറിൻ്റെ അടുത്തേക്ക് എത്താൻ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്ന ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വെബ്സൈറ്റിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ, നേരിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ margcommunity.com, വളരെ സിമ്പിൾ, MARAG community.com, margcommunity.com രജിസ്റ്റർ ചെയ്യാം. അതല്ലെങ്കിൽ ഒരു നമ്പർ ഞാൻ പറയാം, 9745333836 താഴെ കാണിക്കാം. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് നമ്മൾ കൺസൾട്ടൻറ്റുമായിട്ട് സംസാരിക്കാം. അതിൻ്റെ കൂടെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഗിന്നസ് റഷി എന്നുള്ള ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് വ്യത്യസ്തമായ സബ്ജക്റ്റുകളിൽ. അതിലൊക്കെ ആളുകൾക്ക് പലയിടത്തുനിന്ന് വാച്ച് ചെയ്യാം. പിന്നെ ആമസോണിൽ 3 പുസ്തകങ്ങൾ അവൈലബിൾ ആണ്. പിന്നെ ബാക്കി എന്ത് സപ്പോർട്ടുകളാണോ ആളുകൾക്ക് വേണ്ടത്, ബിസിനസ് ഓണേഴ്സിന് ഡിഫറെൻറ്റ് സപ്പോർട്ടുകളായിരിക്കും വേണ്ടത്. അവർക്ക് വേണ്ട സപ്പോർട്ട് വേണ്ട മെന്റലി സപ്പോർട്ട് വേണ്ടവരുണ്ട്. ചിലപ്പം ഐഡിയ ഉണ്ടാവും, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും, മാർക്കറ്റ് അറിയാം, എല്ലാം ഉണ്ടായിട്ടും ചിലപ്പോൾ അതിലേക്ക് എത്താനായിട്ട്
ചെയ്യാനായിട്ട് ഒരു മനസ്സ് പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല ബെസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ട്. അതായത് PC എന്ന് പറയും, പേഴ്സണൽ കോച്ചിങ്. അതായത് ഒരു വ്യക്തിക്ക് അയാൾക്ക് ഒരു സംരംഭമുണ്ട്, അയാൾക്ക് ഒരു പേഴ്സണൽ കോച്ചിങ്, അത് 1 months കോച്ചിങ് മുതൽ 1 year വരെ നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഒരു കോച്ച് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും കോച്ചുമായിട്ട് നമുക്ക് സംവദിക്കുവാനും അതോടൊപ്പം തന്നെ ഇപ്പോൾ ലോകത്ത് ഏറ്റവും നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ആളുകൾക്കൊക്കെ കോച്ചസ് ഉണ്ട്. അപ്പോൾ ബിസിനസ്സുകാർക്ക് കോച്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വളരെ കുറവ്, മലയാളികളുടെ ഇടയിൽ വളരെ കുറവാണ്. അപ്പോൾ അതിനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ട് അപ്പോൾ അവരുടെ ഒരു ബിസിനസ് കോച്ചായിട്ടും എനിക്ക് നിൽക്കാൻ സാധിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ കോച്ചിങ് കൊടുക്കുന്നതുകൊണ്ട് വലിയൊരു സക്സസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ക്ലാസ്സിലൊക്കെ വരുന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഒരു പേഴ്സണലൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ സക്സസ് റേഷ്യോ വളരെ ഹൈ ആണ്. അപ്പോൾ അതും ചെയ്തു കൊടുക്കാൻ സാധിക്കും. അല്ല, എനിക്കിപ്പോൾ ഇത്രയും കേട്ടിടത്തോളം എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതൊരു സ്റ്റാർട്ട് ചെയ്ത ശേഷമുള്ള ആളുകൾക്ക് മാത്രമല്ല, ശരിക്കും കുട്ടികൾക്ക് ഇപ്പോൾ 16ാമത്തെ വയസ്സിൽ സാറ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ശരിക്കും ആ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ ഒരു ബിസിനസ് ക്ലാസ് കൊടുക്കാവുന്നതാണ് എല്ലാ സ്കൂളുകളിലും, അല്ലേ? അതൊരു കുട്ടികൾ എത്രയോ പേർക്ക് ചിലപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകും കുട്ടികൾക്ക്. അപ്പോൾ അത് അവർക്കൊരു എൻകറേജിങ്ങും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ഇതുപോലുള്ള ക്ലാസ്സുകൾ നമ്മുടെ ദ സൊല്യൂഷൻ മാസ്റ്ററിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കണം, ഇപ്പോൾ അടുത്തായിട്ട് ലോഞ്ച് ചെയ്തൊരു കാര്യം കൂടി പറയുകയാണ്. കാരണം നമ്മൾ ഒരുപാട് ബിസിനസ് ഓണേഴ്സ് നമ്മളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അവരൊക്കെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അവരുടെ ഏറ്റവും വലിയ കൺസേൺ അവരുടെ മക്കളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല, എന്നാൽ പൊസിഷൻസ് ആണെങ്കിലോ ഹൈ പൊസിഷൻസ് കൊടുത്തേ പറ്റുള്ളൂ. ഓണേഴ്സിൻ്റെ മക്കളാണ്. അപ്പോൾ അവർക്ക് ബിസിനസ് എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം ഓരോ ബിസിനസ്സിനും സക്സസിൻ്റെ ഒരു റേഷ്യോ അത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ബിസിനസ് ഓണേഴ്സിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ജൂനിയർ ബിസിനസ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, PC, പേഴ്സണൽ കോച്ചിങ് ഫോർ ജൂനിയേഴ്സ്. അപ്പോൾ അവർ ആ ജൂനിയർ സൂപ്പർ ജൂനിയർ ആവാൻ ഒരു ബിസിനസ് എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റി ആയി മാറാൻ വേണ്ടിയിട്ട് ചെറുപ്പത്തിൽ തന്നെ ട്രെയിനിങ് കൊടുക്കുകയാണ്. ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അറിയാലോ, അതിലൂടെ ഒരിക്കലും ഒരു ബിസിനസ് ഓണറെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ തന്നെ അതൊരു റിയൽ ലൈവ് എക്സ്പീരിയൻസും അല്ല ലേണിംഗ് സിസ്റ്റം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർക്ക് ഓണേഴ്സിൻ്റെ ഒക്കെ മക്കൾക്ക് അങ്ങനെ കോച്ചിങ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് 1 year കോച്ചിങ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് രജിസ്ട്രേഷൻ വരുന്നുണ്ട്. പക്ഷേ അതിൽ വന്ന ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തത് അവർക്ക് കൃത്യമായി അത് പൊട്ടൻഷ്യൽ ഉണ്ടോ, അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, ആറ്റിറ്റ്യൂഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്കുള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, ജൂനിയർ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഗിന്നസ് റെക്കോർഡ് ഏതെങ്കിലും മറ്റൊരു റെക്കോർഡ് കരസ്ഥമാക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടോ? ഉണ്ട്. അതായത് എപ്പോഴും നമ്മളിങ്ങനെ എല്ലാ വർഷവും പുതിയ എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് ആ സമയങ്ങളിൽ ഡിക്ലെയർ ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സൊസൈറ്റിയിൽ ഒരുപാട് ഇൻസ്പയർ ചെയ്യും. ഞങ്ങളുടെ ഒരു ടാഗ് ലൈൻ തന്നെ ഇൻസ്പയർ ദ വേൾഡ് എന്നാണ്. നമ്മളെ മലയാളി കമ്മ്യൂണിറ്റീനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് എൻവയൺമെൻറ്റ്, നമ്മളൊരു പാവപ്പെട്ട ഒരു സാധാരണക്കാരുടെ ഒരു എൻവയൺമെൻറ്റിൽ വളർന്ന ആൾക്കാരാണ്. നമ്മുടെ എൻവയൺമെൻറ്റ്, നമുക്ക് കിട്ടിയ എഡ്യൂക്കേഷൻ, നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസും ഒക്കെ കുറേ നെഗറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാവരിലും ഇൻബോൺ ആയിട്ട് അല്ലെങ്കിൽ ജനിച്ച സമയത്തും അതിൻ്റെ മുന്നേയൊക്കെ ആയിട്ട് നെഗറ്റീവ് എന്തായാലും ആൾറെഡി ഉണ്ട്. ഫുള്ളി പോസിറ്റീവ് അല്ല നമ്മൾ. അതുകൊണ്ട് ഏതൊരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും ബാക്കിൽ നിന്നൊരു വലിയുണ്ട്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ നമ്മളൊരു കുട്ടി 15 വയസ്സാകുന്നതിൻ്റെ ഇടയിൽ 1,00,000 പ്രാവശ്യം നിന്നെക്കൊണ്ട് കഴിയില്ല എന്നുള്ള വാക്ക് നമ്മൾ പറയുന്നുണ്ട്. അത് ഒരു വാക്ക് മേ ബി പലപ്പോൾ ഗിൽസിൽ പിടിച്ച് കയറുമ്പോൾ, ജനലിൽ പിടിച്ച് കയറുമ്പോഴായിരിക്കും പറയുന്നത്. ഇങ്ങനത്തെ ഒരു കുട്ടിയുടെ ഉള്ളിൽ ഫീഡ് ചെയ്ത് കിടക്കുന്ന 1,00,000 വേർഡ്സ് 1,00,000 പ്രാവശ്യമാണ് പറഞ്ഞിട്ടുണ്ട് 15 വയസ്സിൻ്റെ ഇടയിൽ എന്നാണ് സൈക്കോളജിക്കൽ റിപ്പോർട്ട്സ് പറയുന്നത്. ആ കുട്ടി എന്തൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഒരു ബാക്കിലേക്ക് ഒരു വലിവുണ്ടാവും. അപ്പോൾ ഈ നമ്മൾ ഫുള്ളി പോസിറ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ നെഗറ്റീവ് സാഹചര്യങ്ങളിലൊന്നും വലിയ പോസിറ്റീവ് അല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളൊക്കെ വളരെ പോസിറ്റീവ് എൻവയോൺമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പോകുമ്പോൾ ആൾക്കാർ വിജയിക്കുന്നുണ്ട്, നല്ല രീതിയിൽ വിജയിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ നാട്ടിലൊക്കെ ആകുമ്പോൾ പറ്റുന്നില്ല. അപ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സപ്പോർട്ട്, ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ട്, ഒരു മെന്റൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഏതൊരു മലയാളിക്കും ഏതൊരു വ്യക്തിക്കും സക്സസ്ഫുൾ ആകാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം റിയലൈസ് ചെയ്യുക. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും നെഗറ്റീവ് പാർട്ട് കുറച്ചുണ്ട്. അതിനെ എന്നാണോ റെഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എന്നാണോ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത് അന്നേ നമുക്ക് സക്സസ് റേഷ്യോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് നമുക്ക് ഈ കമ്മ്യൂണിറ്റി സഹായിക്കും എന്നുള്ളതാണ്.